ചെറുപ്പകാലം മുതൽ നാം മനഃപ്പാഠമാക്കിയ പല വേദവാക്യങ്ങളുമുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ആകാറില്ല. അങ്ങനെയുള്ള ചില വാക്യങ്ങൾ ഇതാ: എൻ്റെ ദൈവമോ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി തീർത്തു തരും. യഹോവ എൻ്റെ ഇടയനാകുന്നു. ദൈവം നന്മയൊന്നും മുടക്കിക്കളയില്ല. ഇതുപോലെയുള്ള അനേകം വാക്യങ്ങളുണ്ട്. നമുക്ക് ഈ വാക്യങ്ങളൊക്കെ മനഃപ്പാഠമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? ഈ മാസം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യം ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹോവ എൻ്റെ ഇടയനാണ്. വർഷങ്ങൾക്ക് മുമ്പ് റിച്ചാർഡ് ബർട്ടൺ എന്ന മഹാനടന് തൻ്റെ ബാല്യകാലത്ത് തൻ്റെ ഇടവകക്കാർ ഒരു വലിയ സ്വീകരണം നൽകി. ആ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന പ്രസംഗത്തിന് മറുപടി പറയുമ്പോൾ, എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകം കേൾക്കാൻ ആഗ്രഹിക്കുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു മിനിറ്റിൻ്റെ ഇടവേളയ്ക്ക് ശേഷം തൻ്റെ പഴയ ഒരു പാസ്റ്റർ അവനോട് തൻ്റെ സൺഡേ സ്കൂളിൽ ബർട്ടനെ പഠിപ്പിച്ച നല്ല ഇടയൻ എന്ന സങ്കീർത്തനം 23 ചൊല്ലാമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ തൻ്റെ മുഖത്ത് ചില ഭാവവ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഒരു നിമിഷത്തിന് ശേഷം ആ നടൻ ഇങ്ങനെ പറഞ്ഞു: എനിക്കൊരു കണ്ടീഷനുണ്ട്. ഞാൻ വായിച്ചതിന് ശേഷം എൻ്റെ പാസ്റ്ററും എൻ്റെ അധ്യാപകനും ഇങ്ങനെ ചെയ്യും. അപ്പോൾ ആ വൈദികൻ പറഞ്ഞു: എനിക്ക് വയസ്സായി, ഞാൻ വിരമിച്ചു, ഞാനൊരു നടനുമല്ല. പക്ഷേ നിങ്ങളിത് അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. വളരെ ശ്രദ്ധയോടെ ആ നടൻ സങ്കീർത്തനം വായിക്കുവാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം മനോഹരമായിരുന്നു. തൻ്റെ സദസ്സിലുള്ള എല്ലാവർക്കും അത് പ്രിയമായി. താനത് പൂർത്തീകരിച്ചപ്പോൾ ആ സദസ്സിൽ നിന്നും ഒരു വലിയ കരഘോഷം പൊട്ടിപ്പുറപ്പെട്ടു. അത് ശാന്തമായപ്പോൾ ആ പഴയ വൈദികൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അതേ സങ്കീർത്തനം 23 ചൊല്ലുവാൻ തുടങ്ങി. തൻ്റെ ശബ്ദം ദുർബലവും വിറയ്ക്കുന്നതുമായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞു തീർന്നപ്പോൾ ആ മുറിയിൽ എല്ലാ കണ്ണുകളും ഒരുപോലെ നിറഞ്ഞിരുന്നു. ആ നടൻ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു: മാന്യരെ, ഞാൻ നിങ്ങളുടെ കാതുകളിലും കണ്ണുകളിലും എത്തി. പക്ഷേ എൻ്റെ പഴയ വൈദികൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിയിരിക്കുന്നു. വ്യത്യാസം ഇത് മാത്രമാണ്. എനിക്ക് സങ്കീർത്തനം അറിയാം, പക്ഷേ എൻ്റെ വൈദികന് ഇടയനെ അറിയാം. നിങ്ങൾക്ക് സങ്കീർത്തനം അറിയാമോ അതോ ഇടയനെ അറിയാമോ? ഈ ഒരു വാക്യത്തിൽ ഞാൻ എടുത്തു കാട്ടുവാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. സങ്കീർത്തനം 23 ഇടയനെ എനിക്കറിയാം. ഒന്നാമത്തെ കാര്യം, ആ ഇടയന് സുരക്ഷിതമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഈ ബന്ധത്തേക്കാൾ സുരക്ഷിതമായ മറ്റൊരു ബന്ധവുമില്ല. ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ വേർപെടുത്താൻ യാതൊന്നിനും കഴിയുകയുമില്ല. റോമാലേഖനം 8:35 ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കാരെയും വിശ്വസിക്കാൻ കഴിയില്ലാത്ത, ജീവിതം പരാജയത്തിലേക്ക് നീങ്ങുന്ന പല കാരണങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ നിയന്ത്രണം ക്രിസ്തുവിന് നൽകുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകുകയില്ല. അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ ബന്ധം ഒരു സുരക്ഷിത ബന്ധമാണ്. രണ്ടാമതായി, ഇടയനുമായിട്ടുള്ള ബന്ധം അത് തൃപ്തികരമായ ഒരു ബന്ധമാണ്. സംതൃപ്തി നൽകുന്ന ഒരു ബന്ധമാണ്. മനുഷ്യബന്ധങ്ങളിൽ എല്ലായ്പ്പോഴും നാം കാണുന്നത് എനിക്കെന്ത് പ്രയോജനമുണ്ടാകും, മറ്റേയാൾ എന്തു ചെയ്യും എന്നതാണ്. ഒരു ബന്ധത്തിൽ നമ്മൾ തൃപ്തരല്ലെങ്കിൽ, എനിക്ക് നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ബന്ധങ്ങൾ തകരുവാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ വളരെ ദുർബലമാണ്. യഹോവ എൻ്റെ ഇടയനാണെന്ന് ദാവീദ് പറയുമ്പോൾ അവൻ പറയുന്നു, എനിക്കാവശ്യമുള്ളതെല്ലാം അവൻ നൽകുന്നു, എനിക്കൊരു കുറവുമില്ല, എൻ്റെ എല്ലാ ആവശ്യങ്ങളും അവൻ തൃപ്തിപ്പെടുത്തുന്നു. ക്രിസ്തുവാണ് എനിക്കെല്ലാം. എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? യഹോവ എൻ്റെ ഇടയനാണ്, അത് മതി. ഇടയനുമായിട്ടുള്ള ഈ ബന്ധം ഒന്നാമത് സുരക്ഷിതമായ ഒരു ബന്ധമാണ്. രണ്ടാമത് സംതൃപ്തി നൽകുന്ന ഒരു ബന്ധമാണ്. ഇവിടെ നാം കാണുന്ന മൂന്നാമത്തെ കാര്യം, അത് വിശുദ്ധമായ ഒരു ബന്ധമാണ്. യഹോവയാണ് എൻ്റെ കർത്താവ്, എൻ്റെ ഇടയൻ, എൻ്റെ ദൈവമാണ്. നിങ്ങളുടെ കാൽ വഴുതുവാൻ അനുവദിക്കാത്ത ദൈവം. അവൻ നിങ്ങളെ ഒരിക്കലും നാശത്തിലേക്ക് നയിക്കുന്നില്ല. ദൈവം എപ്പോഴും നിങ്ങൾക്കായി മികച്ച പദ്ധതികൾ
കരുതി വച്ചിട്ടുണ്ട്. കർത്താവ് ഇടയനായതിനാൽ അത് പവിത്രമാണ്, വിശുദ്ധമാണ്. എത്ര ആശ്വാസകരമായൊരു ചിന്തയാണിത്. മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും പ്രവചനാതീതമാണിത്. ഈ വാക്യം നമുക്കൊരിക്കൽ കൂടി നോക്കാം. ദാവീദ് പറയുന്നു, കർത്താവ് എൻ്റെ ഇടയനാണ്, യഹോവ എൻ്റെ ഇടയനാണ്. ഇതെൻ്റെ വാക്കുകൾ മാത്രമല്ല, ഇതെൻ്റെ ജീവിത അനുഭവം കൂടിയാണ്. താങ്കൾ എന്തു പറയുന്നു? നിങ്ങൾക്ക് സങ്കീർത്തനം അറിയാമോ, അതോ ഇടയനെ അറിയാമോ? അത് വെറുതെ മനഃപ്പാഠമാക്കരുത്, മറിച്ച് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഈ മാസം ഇടയനോടൊപ്പമുള്ള നിങ്ങളുടെ യാത്ര ആസ്വദിക്കുന്നൊരു മാസമാകട്ടെ. ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നിങ്ങൾക്കും പറയാൻ കഴിയും, എനിക്ക് സുരക്ഷിതമായ ഒരു ബന്ധമുണ്ട്, തൃപ്തി നൽകുന്ന ഒരു ബന്ധമുണ്ട്, പവിത്രമായ ഒരു ബന്ധം. അനുഗ്രഹീതമായ ഒരു മാസം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.